എല്ലാവരോടും മറുപടി പറയാൻ നിൽക്കരുത്, തർക്കിക്കരുത്. ഈയിടയ്ക്ക് നല്ലൊരു ഗുണപാഠ കഥ കേട്ടു. കഴുതയും കടുവയും തമ്മിൽ തർക്കം. കഴുത പറയുന്നു ഈ കാണുന്ന പുല്ലിന്റെ നിറം നീലയാണ്. കടുവ പറയുന്നു ഇല്ല, പച്ചയാണ്. പ്രശ്നം സിംഹരാജന്റെ അടുത്തെത്തി. സിംഹരാജൻ കുറ്റം വിധിച്ചു. തെറ്റുകാരൻ കടുവയാണ്. ഇത് കേട്ട കഴുത വളരെ സന്തോഷത്തോടെ ഓടിയകന്നു. വ്യസനത്തോടെ കടുവ സിംഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഇത് ന്യായമോ? സിംഹം മറുപടി പറഞ്ഞു, നീ പറഞ്ഞത് ശരി, എന്നാൽ ഞാൻ ന്യായം വിധിച്ചത് ബുദ്ധിയില്ലാത്ത കഴുതയോട് വെറുതെ തർക്കിച്ചതിനാണ്. ശരിയല്ലേ? നിന്നിലെ സത്യം തെളിയിക്കുവാൻ തർക്കത്തിന്റെ ആവശ്യമൊന്നും ചില സമയങ്ങളിലില്ല. അത് കാലം തെളിയിച്ചുകൊള്ളും. ക്രിസ്തുവിനോട് പീലാത്തോസ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, ശക്തമായ ചോദ്യങ്ങൾ. എന്നാൽ ക്രിസ്തു കുഞ്ഞാടിനെ പോലെ മൗനത്തിൽ അങ്ങിരിക്കുകയാണ്. എന്നാൽ ഉയിർപ്പിൽ കാലം തെളിയിച്ചു, അവൻ രാജാവ്, സർവശക്തൻ. ഇന്ന് പലരും പലതും പറയും. ദൈവം ഇല്ല എന്ന് ചിലരൊക്കെ ശക്തമായി പറയും. വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. ആ മുൻവിധിയെ മാറ്റാൻ വളരെ പ്രയാസമാണ്. എന്നാൽ മരിച്ച മനുഷ്യന് ജീവൻ നൽകാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തിടത്തോളം കാലം അച്ഛൻ പറയും, ദൈവമെന്നൊരു ശക്തിയുണ്ട്, ജീവന്റെ ദാതാവാണ്, അത് സത്യമാണ്. കാലം ചിലർക്ക് അനുഭവങ്ങളിലൂടെ അത് പകർന്നു കൊടുക്കും. കാത്തിരിക്കാം.